കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. മൂന്നാം പിണറായി സർക്കാർ എന്ന പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. അതിനാൽ തന്നെ ബി.ജെ.പി. ഗുജറാത്ത് മോഡൽ അനുകരിച്ച് കഴിവില്ലാത്ത മന്ത്രിമാരെ മാറ്റി പകരം ജനപിന്തുണയുള്ളവരെ ഉൾപ്പെടുത്തി മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണിക്കൊരുങ്ങുകയാണ് എൽ.ഡി.എഫ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിനു പിന്നാലെയാണ് സംസ്ഥാന മന്ത്രിസഭയിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് സൂചനയെത്തുന്നത്. കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയതിലൂടെ അൻവറിന്റെ കയ്യിൽ നിന്ന് പാർട്ടി ഘടകങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും CPM കൈകളിലേക്ക് എത്തിയെങ്കിലും ഭരണവിരുദ്ധ വികാരമെന്ന പ്രചാരണം തണുപ്പിക്കാൻ സമഗ്രമായ മാറ്റം ആവശ്യമാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഭരണവിരുദ്ധ വികാരവും തോൽവിക്ക് കാരണമായെന്നാണ് LDF വിലയിരുത്തൽ. ഇക്കാര്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പരോക്ഷമായി സമ്മതിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തലുണ്ടാകുമെന്ന് ഇരുവരും വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിലടക്കം അഴിച്ചുപണിയുമായി മുന്നോട്ടു പോകാൻ ആലോചന നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് അവലോകനത്തിനുള്ള LDF യോഗത്തിന് ശേഷമാകും തീരുമാനമെങ്കിലും വനം വകുപ്പ് മന്ത്രിയെ അടക്കം മാറ്റുന്നതിനെക്കുറിച്ച് ആലോചനയുണ്ട്. വനം വകുപ്പ് CPM ഏറ്റെടുക്കാനോ കേരള കോൺഗ്രസിന് കൈമാറാനോ ആലോചനയുണ്ട്. പ്രകടനം മോശമാക്കുന്ന CPM മന്ത്രിമാരിലും മാറ്റമുണ്ടാകുമെന്നും സൂചനയുണ്ട്. കൊല്ലത്ത് നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിലും ഭരണത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നിരുന്നു. മന്ത്രിമാരുടെ പ്രകടനമാണ് ഏറ്റവും കൂടുതൽ വിലയിരുത്തിയത്. വനം വകുപ്പും രൂക്ഷമായി വിമർശിക്കപ്പെട്ടു. പ്രതിപക്ഷത്തിനു പുറമെ LDF-ൽ നിന്ന് പോലും പരസ്യ പ്രതികരണങ്ങൾ ഉയർന്നു. വനം മന്ത്രി AK ശശീന്ദ്രനെതിരെ CPI, കേരള കോൺഗ്രസ് M എന്നിവരും വിമർശനമുന്നയിച്ചു. മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു. എന്നാൽ മന്ത്രിസ്ഥാനത്ത് തുടരുന്ന കാര്യത്തിൽ പിണറായി വിജയൻ തീരുമാനമെടുത്തിരുന്നില്ല. നിലമ്പൂരിൽ വോട്ട് ചോർച്ചയുടെ പ്രധാന കാരണം വനം മന്ത്രി ഉത്തരവാദിത്തമില്ലാതെ പ്രതികരിച്ചതാണെന്നും LDF വിലയിരുത്തുന്നു. CPM സൈബറിടങ്ങളിലും ശശീന്ദ്രനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. മന്ത്രിസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും പിന്നോട്ടടിക്കുന്നത് വനം മന്ത്രിയാണെന്നായിരുന്നു വിമർശനം. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ കാര്യങ്ങളിൽ പോലും മറ്റു മന്ത്രിമാർ വിശദീകരണം നൽകുന്നത് പോലെ വ്യക്തമാക്കാൻ ശശീന്ദ്രൻ തയ്യാറായില്ല. ഏറ്റവും നിഷ്ക്രിയമായി പ്രവർത്തിക്കുന്ന വകുപ്പായി അത് മാറിയെന്നും വിമർശനമുയർന്നു. ഈ സാഹചര്യത്തിലാണ് പദവി CPM ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. KK ശൈലജയെ മന്ത്രിപദവിയിലേക്ക് തിരിച്ചെത്തിക്കാനും ആലോചനയുണ്ട്. സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിച്ച് AM ഷംസീറിന് മന്ത്രിപദവി നൽകുകയും പരിഗണിക്കുന്നു. CPI-യുടെ വകുപ്പുകളിൽ CPM മന്ത്രിമാർ പിടിമുറുക്കുന്നെന്ന പരാതി സംസ്ഥാന കൗൺസിൽ വിമർശനമുയർന്നു. കാർഷിക മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് ധനവകുപ്പ് വിലങ്ങിടുന്നെന്നാണ് പ്രധാന പരാതി. നിലമ്പൂർ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മുന്നിൽ കണ്ട് ക്ഷേമ പദ്ധതികൾ ഊർജിതമാക്കണമെന്നും കാർഷിക മേഖലയിൽ പദ്ധതികൾ നടപ്പാക്കണമെന്നും ആവശ്യമുണ്ട്. വികസനത്തിനൊപ്പം പുതിയ ക്ഷേമ പദ്ധതികളെക്കുറിച്ചും LDF ആലോചിക്കുന്നുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ നിലപാട് കൃത്യമാണെന്നാണ് LDF വിലയിരുത്തൽ. മതവർഗീയവാദികളെ തള്ളിപ്പറയുന്നതിലൂടെ ന്യൂനപക്ഷ പ്രീണനമെന്ന ആരോപണങ്ങളിൽ നിന്ന് തലയൂരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പലസ്തീൻ വഖഫ് വിഷയങ്ങളിൽ വിശ്വാസമാർജിക്കാനും കഴിഞ്ഞു. വഖഫ് വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടാണ് കൃത്യമെന്ന് മുനമ്പം സമരസമിതിക്കും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് CPM വിലയിരുത്തുന്നത്. മുനമ്പം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ സമർപ്പിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ കത്തോലിക്ക സഭയുടെ അകൽച്ചയും പരിഹരിക്കാമെന്ന് കരുതുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF-ന്റെ ഭാഗമായ മുസ്ലിം വിഭാഗങ്ങൾക്കും അധികം എതിർക്കാൻ കഴിയില്ല. ലൈഫ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കുക, തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കുക, പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും പരിഹാരം നിർദ്ദേശിക്കുമെന്നാണ് കരുതുന്നത്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.